ഹേ ഗായ്സ്, ഇന്നും നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള 2 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് നമ്മളെ ഫ്ലവർ പോട്ടും അതുപോലെ കായ്പോളയും പിന്നെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതുപോലെ അരിയൊന്നും അരക്കാണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കില്ലേ, ആ ഒരു അളവിൽ വേണം കുഴച്ചെടുക്കാൻ. കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ, പിന്നെ ഏതെണ്ണയാവട്ടോ, ഒന്നില്ലേ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, ഏത് വേണമെങ്കിലും ആവാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ച് തന്നതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 100 ഗ്രാം ചിക്കന്, എല്ലില്ലാത്ത പീസ് വേണം എടുക്കാൻ. അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇതൊന്ന് ഒരു ചെറിയ തീയിൽ അവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ നല്ല കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇങ്ങനെ പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കുക, മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ മോൻ കരഞ്ഞിട്ട് ഓൻ്റെ വയ്യാലെ പോയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വന്ന് എന്തായാലും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ ഏതോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. മസാല ഒന്ന് കരിയരുതിട്ടോ, ഞാൻ ആ വെള്ളം വറ്റിക്കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതൊരു ചോപ്പറിലേക്ക് ഒരു ഉള്ളിയും അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു എണ്ണയിലേക്ക്, ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത ക്യാരറ്റും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം അതിൽ ഓയിലുണ്ട്, അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നില്ലേ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ അടിക്കേണ്ട, എന്താ വെച്ചാൽ നല്ല അങ്ങോട്ട് ബ്ലെൻഡായി പോവും. അതുകൊണ്ട് ഇങ്ങനെ ചോപ്പറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചോപ്പർ ഇല്ലാത്തവർ കൈ വെച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വാടാൻ വെച്ചതൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് വാടി വന്നിട്ടുണ്ടാവും. എന്നതിലേക്ക് നമുക്ക് ചിക്കനോട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കനൊക്കെ ചേർത്തിട്ട് ചിക്കനും ആ ഉള്ളിയും ഒക്കെ കൂടി ക്യാരറ്റൊക്കെ കൂടി നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. രണ്ടും കൂടി നല്ല യോജിക്കുന്ന തരത്തിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അവിടെ ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനില്ലേ നമ്മളെ പൂരീൻ്റെയൊക്കെ ആ ഒരു അളവിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്നുകൂടി കുഴയ്ക്കുക. എന്നിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ അധികം വലുപ്പമായാൽ നമ്മൾ ഫ്ലവർ പോട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അത് വലിപ്പം കൂടി പോവും. അതുകൊണ്ട് ചെറിയ ബോൾസാക്കി നമ്മൾ പൂരിക്ക് എങ്ങനെയാണ് മാവ് എടുക്കുന്നത് അതേപോലെ തന്നെ കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ അതുപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടി കുഴച്ചാൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ഉരുട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞാനൊന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കുന്നുള്ളൂ. എന്നാലേ നമുക്ക് എന്താ പരത്തിയെടുക്കേണ്ടി വരും. എൻ്റെ പത്തിരി പ്രസ് കറക്റ്റ് അങ്ങോട്ട് അമരൂല കേട്ടോ, വലുപ്പം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പരത്തിയെടുക്കും കൂടി ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം ഒന്നും കൂടി പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ പൂരിക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് ആ ഒരു തിക്നെസ്സിൽ മതി. വലുപ്പം കൂടി പോകണ്ട, എന്നാൽ കുറഞ്ഞും പോകണ്ട, അധികം കട്ടിയാവൊന്നും വേണ്ട, എന്നാൽ അധികം നൈസാവും ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ പൂരിക്ക് എങ്ങനെ പരത്തുന്നത് അങ്ങനെ മാത്രം പരത്തിയെടുക്കാം.
അപ്പോൾ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വേണം. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ സ്റ്റീൽ ഗ്ലാസ് കേട്ടോ, അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു പരത്തി വെച്ച ആ ഒരു മാവ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇത് നമ്മൾ അതിൻ്റെ മേലേക്ക് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഷേപ്പിൽ വരും കേട്ടോ. അപ്പോൾ ആ ഷേപ്പ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ്. അപ്പോൾ ഇതാ കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നല്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ആ ഒരു ഇറുക്കിയില്ലേ അത് വെച്ചിട്ട് ഗ്ലാസ് പിടിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തീയിലേക്ക് വെച്ച്, അതായത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചില സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ ഏതാണെന്നൊന്നും കിട്ടൂല കേട്ടോ, അതോട്ട് അങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ അതാ നല്ല ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. എന്നിട്ട് അതിങ്ങനെ വീകുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത് അതിലേക്ക് വീണോളൂ കേട്ടോ. എന്നിട്ട് ഉൾഭാഗത്തേക്കൊക്കെ എണ്ണ ആക്കുക, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അത്യാവശ്യം വെന്തി ഉണ്ടാവും. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ പോക്കിയിട്ട് കോരിയെടുക്കുക. ഞാൻ ഇങ്ങനെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ പരത്തി വെച്ച മാവ് ഗ്ലാസ്സിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമത് ഇനി എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റത്തേൽ എണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തേൽ പിന്നെ എണ്ണൻ്റെ ആവശ്യമില്ല, അതിലായി ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ മാവ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷേപ്പ് കിട്ടൂല. എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണയിലേക്ക് പെട്ടെന്നൊന്നും വീണ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്പൂണ് വെച്ചിട്ട് ആ എണ്ണ ആ ഒരു മാവിലേക്ക് ഇങ്ങനെ കോരി കോരി വെച്ചാൽ മതി കേട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടിപ്പും കൂടി ഒന്ന് കാണിച്ചു തരാം. ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എണ്ണ അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ നമ്മൾ ഷേപ്പായി കൊടുക്കുക കട്ടായി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പിലേക്ക് തന്നെ അത് വന്നോളും. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചു തരാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ കണ്ടില്ല ആ ഷേപ്പ് വന്ന്. ഇനി നമുക്കതിലിങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ അത് വിട്ട് പോരുന്നില്ല എങ്കിൽ എണ്ണ ഇങ്ങനെ നല്ല ചൂടെണ്ണയല്ലേ, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വന്നോളും. അപ്പോൾ ഇത് സിമ്പിളാണ് ചെയ്തെടുക്കുക. നമ്മൾ കാണുമ്പോൾ കുറച്ച് പണിയൊക്കെ തോന്നും, പക്ഷെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പരത്തുമ്പോൾ ഇത് ഓരോന്ന് പരത്തി അങ്ങനെ ഇടാൻ നിൽക്കാണ്ട് ഒന്നിച്ചവിടെ പരത്തി വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിങ്ങനെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റായി കൊടുക്കാം. നമ്മളിതുപോലെ എല്ലാ ഫ്ലവർ പോട്ടുകളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ടാൽ നല്ല അത്യാവശ്യം നല്ല കുഴിയുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ലെറ്റ്യൂസാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്, ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുത്തത്. പിന്നെ ഒരു ഉള്ളീൻ്റെ ഒരു റിങ്, പിന്നെ നമ്മളെ മസാല, നമ്മൾ തയ്യാറാക്കി വെച്ച മസാല. ഇത് ചിലവരിങ്ങനെ ഷവർമൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഒക്കെ ചെയ്യും, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഉള്ളിയൊക്കെ നല്ല വാട്ടിയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു, പക്ഷെ ഇങ്ങനെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് മയോണീസാണ് ഇത്, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വെജിറ്റബിൾ മയോണീസാണ്. ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മളെല്ലാം തന്നെ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച്, പിന്നെ മസാല, പിന്നെ കുറച്ചുകൂടി ലെറ്റ്യൂസിൻ്റെ ആ ഒരു ലെറ്റ്യൂസ് വെച്ചിട്ട് പിന്നെ മയോണീസ് തേച്ച് കൊടുത്ത്, പിന്നെ കുറച്ച് അതിൻ്റെ മേലെ കെച്ചപ്പും കൂടി വെച്ച് കൊടുത്ത്. ഇത്രയാണ്, സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കായ്പോളൻ്റെ റെസിപ്പി നോക്കാം. ഇത് പലർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു മെസ്സേജ് വന്നിരുന്നു, പിന്നെ കിച്ചണിൽ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഭയങ്കര ഹെൽപ്പാവുന്നുണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഷെയർ ആക്കുന്നത് കേട്ടോ. ചിലവർക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, ആദ്യമൊന്നും അറിയില്ല, പിന്നെ ഇങ്ങനെ അടുക്കളയിൽ കയറേണ്ടത് നമ്മളൊരു ആവശ്യമായി മാറുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ടാക്കിയിട്ട് പിന്നെ ചെറിയ പീസാക്കൂല, നമ്മൾ കായ് വാട്ടാനൊക്കെ എടുക്കൂലേ, അതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഈസി സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്.
ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുന്തിരി വേഗം കരിയും, അണ്ടിപ്പരിപ്പൊന്നും സെറ്റ് ആവില്ല കേട്ടോ. ഇത് നല്ലപോലെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കോരി മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് നമ്മളെ പഴം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച പഴം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡാക്കുന്നുണ്ട്. ഇത് നല്ല പഴുത്തേക്കില്ല, അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തൊരു മിക്സീൻ്റെ ജാറിലേക്ക് 3 കോഴിമുട്ട, ഇപ്പുറത്തെ ആ പഴം നോക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു. 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ സമയം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ആ ഒരു പഴം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. 3 കോഴിമുട്ടയിലേക്ക് ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു 3 പീസ് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ്, അതുപോലെ പഞ്ചസാര, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴത്തേക്കും പഴം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ട അടിച്ചെടുക്കാം. ഇനി പഴം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് മുട്ട ആക്കാൻ നോക്കിയാൽ എന്താ വെച്ചാൽ പാത്രം ചൂടുള്ളതുകൊണ്ട് തന്നെ മുട്ട അതിലേക്ക് മിക്സായി പോട്ടോ. അതുകൊണ്ട് നേരെ നമ്മൾ പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു മുട്ടൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു മുട്ടയും പഴവും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പഴയത്തെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കുക. ഞാനിതാ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിയിലൊരു പാത്രം വെച്ചിട്ട് മേലെ ഇത് വെക്കുക. നമ്മൾ ആ ഒരു മിക്സ് പഴത്തിൻ്റെ മുട്ടൻ്റെ മിക്സ് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ ഒരു മധുരമൊക്കെ കൂടിപ്പോയാൽ ഒരു ഒട്ടലുണ്ടാവും കേട്ടോ. അപ്പോൾ പാകത്തിന് മധുരം ചേർക്കുക. അതുപോലെ പഴം എടുക്കുന്നതിൽ കൂടുതൽ മുട്ട എടുക്കുക. നമ്മൾ 2 പഴവും 3 മുട്ടയായിട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ആയി വന്നാൽ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൂടി വെക്കുക. അത് കറക്റ്റ് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി കിട്ടും. ഒന്ന് കുത്തി നോക്കിയിട്ട് ഒട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ അടിഭാഗം ഒന്നും കരിഞ്ഞേക്കൊന്നുമില്ല, നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്കൊന്ന് നോക്കാം. ഒന്ന് പുറന്ന് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് മതി. ഫ്ലെയിം കുറച്ച് വെച്ചാൽ 5 മിനിറ്റ് വേണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ മുരിച്ചെടുത്താൽ നമ്മൾ കൈപ്പുള സെറ്റ്. ഇനി നല്ല ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒരു കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ ജ്യൂസായിട്ട് നമ്മൾ അവക്കാഡോ അല്ലെങ്കിൽ നമ്മൾ ഒരേ ബട്ടർ എന്നാട്ടോ, ഇതിന് പല പേരുകളൊക്കെ ഉണ്ട്. നമ്മൾ ബട്ടർ എന്ന് പറയും. അതിങ്ങനെ പൊളിച്ചെടുക്കാൻ തന്നെ ഒരു രസമാട്ടോ. നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല നമുക്ക് പൊളിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതായത് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളത്തെ ആ പൾപ്പൊക്കെ അങ്ങോട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റ്, നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റാണ് ബട്ടർ ജ്യൂസ്. പലരും ഇത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും റെഡിയാക്കൽ. കുറച്ച് പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ്, ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് അടിക്കുന്നതെന്നുള്ളൂ. ഇത് നമ്മൾ നേരത്തെ തന്നെ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് അടിച്ച് വെച്ച ഇതാട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് അടിച്ച് ചെയ്ത് വെച്ച്, അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാലൊഴിക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി, ഇത് നല്ല തിക്കായി നമ്മൾ ഇങ്ങനെ അടിക്കുന്നതിനനുസരിച്ച് തിക്കായി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് എന്താ വെച്ചാൽ നല്ല തിക്കാണ്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, പാല് മതിയാവും. അധിക പാലായാലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി ആയിട്ട് അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ തണുക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. നല്ല തണുത്തതിന് ശേഷം കണ്ടോ, തണുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കുടിക്കുക. നല്ല
തണുത്തോണ്ടാണ് ആ ഒരു ഐസും കട്ട വീകുന്നുണ്ടില്ല, അല്ലാണ്ട് പീസല്ല ഐസും കട്ട ഇട്ടത്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഒന്നും അരക്കാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം. ഞാനിവിടെ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ചരി പൊടിച്ചതാണ്. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ കഴുകി ഊറ്റിയിട്ട് പച്ചരി വറുത്ത് പൊടിച്ചതാട്ടോ. വറുത്തല്ല, നമ്മൾ അരി പൊടിച്ചതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുക ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് തേങ്ങ, പാകത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ദോശമാവില്ലേ, ആ ഒരു ദോശമാവിൻ്റെ കണക്കാക്കിയിട്ട് അരക്കുക. അല്ലെങ്കിൽ കട്ടിയായി പോയാൽ നമുക്ക് വെള്ളപ്പം കറക്റ്റ് കിട്ടൂല. ഞാൻ ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ പൊടിച്ചപ്പോഴുള്ള വെള്ളവും അതിൻ്റെ കൂടെ പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ അരപ്പിന് നമുക്ക് കറക്റ്റ് കിട്ടിയില്ലേനു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് നല്ല തിക്കാണ്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ സാദാ നീർദോശയൊക്കെ അതിന് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുക്കാം. ഇത് 1 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും. നമ്മളെ കാസറോളില്ലേ, അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, അതായത് അത്യാവശ്യം നല്ല ചൂടുണ്ട്, തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ ഒരു പാത്രം നമ്മൾ ഇതിലേക്കാണ് ആക്കുന്നത്, ആ ഒരു പാത്രം സ്റ്റീൽ പാത്രം വെച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മളെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല ചൂടാണെങ്കിൽ എന്ന് വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ മൂടി വെക്കാം. 1 മണിക്കൂറിന് ശേഷം തുറന്നു കൊടുത്താൽ നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്തോണ്ട് കേട്ടോ. അപ്പം അധികം മടിയുള്ളവരും അരിയൊക്കെ പുതിർത്താൻ മറന്നുപോയവരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നമ്മൾ സാധാരണ അപ്പം ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. ഇങ്ങനെ തന്നെ ചുട്ടാൽ നല്ല മുരിഞ്ഞ അപ്പം കിട്ടും. ഞാനില്ലേ, നമ്മൾ നോമ്പൊക്കെ തുറന്ന് രാത്രി ഒരു 9:30 ആയിട്ടാണ് പിന്നെ ഇത് ചുട്ടത്. അപ്പോൾ ആ ഒരു പതയൊക്കെ അങ്ങോട്ട് പോയിരുന്നു. എന്നാലും വെള്ളപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അപ്പേനു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കുറുമയാണ് ഉണ്ടാക്കിയത്, ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് എല്ലാം കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുമ്പോൾ കുറേ സമയമാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ബോറാവും, ഇപ്പം തന്നെ ബോറായി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു റെസിപ്പി പിന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ വെള്ളയപ്പം, അതേപോലത്തെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി മുരിയണമെങ്കിൽ, നല്ല മുരിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് ടൈം വെച്ചാൽ മതി. ഇവിടെ നമുക്കെല്ലാം ഇങ്ങനെ മുരിയാണ്ടുള്ള ഒരു വെള്ളാപ്പാട്ടോ ഇഷ്ടം. അപ്പോൾ അതാ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചുടുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒരു ലൈക്കും കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീർ എൻ്റർടൈൻമെൻറ്റ്.